ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ അളവ് ചെസ്റ്റ് റൗണ്ട് 31, ആം റൗണ്ട് 7.25, സ്ലീവ് ലെങ്ത് 22, സ്ലീവ് റൗണ്ട് 6.5, 3/4 ലെങ്ത് 17, 3/4 റൗണ്ട് 7.5, സ്ലീവ് ലെങ്ത് 12, സ്ലീവ് റൗണ്ട് 9, മസിൽ ലെങ്ത് 6, മസിൽ റൗണ്ട് 10.5. ഇത്ര അളവുകളാണ് ഫുൾ സ്ലീവിന് ആവശ്യമായിട്ടുള്ളത്. ആം റൗണ്ട് നമ്മൾ എടുക്കുന്നത് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ടോപ്പിൽ നിന്ന് വേണം ആം റൗണ്ട് എടുക്കാനായിട്ട്. ആം റൗണ്ട് 7.25, അതിൽ നിന്ന് 1 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 6.25 കിട്ടി. ആ 6.25 വേണം ഇവിടെ അടയാളപ്പെടുത്താനായിട്ട്. അടുത്ത സ്ലീവ് ലെങ്ത്, നമുക്ക് ഫുൾ സ്ലീവ് ആകുമ്പോൾ ഫുൾ സ്ലീവിന്റെ ലെങ്ത് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ 22 ഇഞ്ച്, അതിനോട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യും. 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ കൂട്ടിയടിക്കാനും 1 ഇഞ്ച് അടിവശം മടക്കി അടിക്കാനുമാണ്. അങ്ങനെ 23.5 ഇഞ്ച് കിട്ടി. സ്ലീവ് റൗണ്ട്, ഇപ്പൊ ഫുൾ സ്ലീവിന്റെ അവിടുത്തെ റൗണ്ട് എത്രയാന്ന് നോക്കാം. അത് 6.5, അത് ഡിവൈഡ് ബൈ 2 ചെയ്യുക. അപ്പൊ 3.25, അതിനോട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4.25 കിട്ടി. ഷോൾഡറിന് ഇവിടത്തോളം വരെയുള്ള ഫുൾ സ്ലീവിന്റെ ഇറക്കാണ് 23.5 അടയാളപ്പെടുത്തി. ഇങ്ങനെയുള്ളത് നമ്മൾ ആം റൗണ്ട് 6.25 ഉണ്ടല്ല, ആ അളവാണ് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ സ്ലീവിന്റെ റൗണ്ട് 4.25, നമ്മളിപ്പോ ഫുൾ സ്ലീവ് ആണല്ലോ എടുത്തേക്കണേ. അപ്പൊ ആ ഒരു ഭാഗത്തെ വണ്ണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വന്നപ്പോ നമുക്ക് 4.25 കിട്ടി. അപ്പൊ നമ്മളിപ്പോ എന്തായി, ഇപ്പൊ ഫുൾ സ്ലീവ് ലെങ്ത് അടയാളപ്പെടുത്തി ഇല്ലേ. അടുത്ത് വരുന്നതാണ് 3/4 ലെങ്ത്. 3/4 ലെങ്ത് എന്ന് പറയുന്നത് 17 ആണ്. അതിലൂടെ 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തു. ഷോൾഡർ തമ്മിൽ കൂട്ടിയടിക്കാൻ വേണ്ടി മാത്രം 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തു. അപ്പൊ 17 + 1/2 17 വരും. നമ്മൾ ഷോൾഡർ മുതൽ 17 വരെയുള്ള അളവ് അടയാളപ്പെടുത്താം. അവിടുത്തെ റൗണ്ട്, അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ 7 ഡിവൈഡ് ബൈ 2 ചെയ്ത് 3.25, അതിനോട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് 5.25. അങ്ങനെയാണ് എനിക്കിവിടെ 5.25 കിട്ടിയത്. അടുത്തത് എൽബോ ലെങ്ത്, അത് കൈമുട്ട് വരെയുള്ള ലെങ്ത്. ഷോൾഡർ മുതൽ കൈമുട്ട് വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 12 ആണ്. അതിലൂടെ 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തപ്പോ 12.5 കിട്ടി. അതായത് ഷോൾഡർ തമ്മിൽ കൂട്ടിയടിക്കാനായിട്ട്. ആ ഒരു ഭാഗത്തെ വണ്ണം എന്ന് പറയുന്നത് 4.5 കിട്ടി. അതിനോട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തപ്പോ എനിക്ക് 6 കിട്ടി. അതാണ് ഇവിടെ അടയാളപ്പെടുത്തിയേക്കുന്നത്. അടുത്തത് മസിൽ ലെങ്ത്. മസിൽ ലെങ്ത് ഉദ്ദേശിക്കുന്നത് ഷോൾഡർ മുതൽ കൈമുട്ടിന് മുകളിൽ മസിലുള്ള ഭാഗം, അതൊരു മസിൽ ലെങ്ത്. അത് നമുക്കൊരു 6 കിട്ടി. ആ 6ന്റെ കൂടെ 1/2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തു ഷോൾഡർ തമ്മിൽ കൂട്ടിയടിക്കാൻ വേണ്ടി മാത്രം. അപ്പൊ 6 + 1/2 6.5 കിട്ടി. ആ ഒരു ഭാഗത്തെ വണ്ണം എന്ന് പറയുന്നത് 10.5 ആണ്. 10.5 ഡിവൈഡ് ബൈ 2 ചെയ്തു. അപ്പൊ എനിക്ക് 5.25, അതിനോട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തപ്പോ എനിക്ക് 6.25 കിട്ടി. ഇതാണ് ഇവിടുത്തെ മസിൽ റൗണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. കണ്ട, ഇങ്ങനെ ചെരിഞ്ഞ് വന്നേക്കുന്ന കണ്ടില്ല. ഇപ്പൊ ഇത് മസിൽ റൗണ്ട്, അതായത് നമ്മുടെ മുട്ടിന് മുകളില്, കൈമുട്ടിന് മുകളില് മസിലുള്ള ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് മസിൽ റൗണ്ട്. ഇത് എൽബോ റൗണ്ട്, കൈമുട്ട് റൗണ്ട്. ഇത് 3/4 റൗണ്ട്, അതായത് മുക്കാല് കൈ നീളം എന്ന് പറയുന്നത് 3/4 വരെ വരുന്നുള്ള രീതിയിലാണ് 3/4 റൗണ്ട്. 3/4 സ്ലീവിന്റെ അവിടുത്തെ റൗണ്ട്. ഇതെന്ന് പറയുന്നത് ഫുൾ സ്ലീവ് റൗണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സ്ലീവ് ഡെപ്ത്. സ്ലീവ് ഡെപ്ത് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ചെസ്റ്റ് ഡിവൈഡ് ബൈ 12 ചെയ്യുക. അതിൻ്റെ കൂടെ ഫുൾ സ്ലീവ് ആയതുകൊണ്ട് 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുക. ചെസ്റ്റ് നടന്ന് 31 ആണ്, 31/12 ചെയ്യുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുക. അപ്പൊ 3.58 കിട്ടി. ഇതാണ് ഫുൾ സ്ലീവ് ഡെപ്ത്. ഇത്ര കാര്യങ്ങളാണുള്ളത്. ഞാനീ പറയുന്നത്